ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജിത്തു. ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള നവോത്ഥാനമായി ബന്ധപ്പെട്ട എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ 229 ഫസ്റ്റ് പാർട്ടിൽ 229 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് 1 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് സുഹൃത്തുക്കൾ ടെലഗ്രാമിലും അതേപോലെ യൂട്യൂബിലുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തിയത് കണ്ടു, ക്ലാസ്സിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് 30 മിനിറ്റോ 20 മിനിറ്റോ ആയിട്ട് ചുരുക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനൽ അംഗമാവാത്തവർ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. കൂടാതെ എൻ്റെ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ ആ ക്ലാസ്സും നിർബന്ധമായി കേൾക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 323 ഇമ്പോർട്ടൻ്റ് കേരള നവോത്ഥാനമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് 323 ക്വസ്റ്റ്യൻസിലെ 229 ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധങ്ങളും നമ്മൾ 1 മണിക്കൂറിലധികമുള്ള ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ ലിങ്കും ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 228 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആത്മജ്ഞാനിയെന്നും വേണ്ടത്ര അറിവില്ലാത്തവനെന്നും ചാവറയച്ചനെ വിശേഷിപ്പിച്ചതാരാണ്? അത് ഫാദർ പ്ലാസിഡ് ആണ് കേട്ടോ. ആത്മജ്ഞാനിയെന്നും വേണ്ടത്ര അറിവില്ലാത്തവനെന്നും ചാവറയച്ചനെ വിശേഷിപ്പിച്ചത് ഫാദർ പ്ലാസിഡ് ആണ്. ഫാദർ പ്ലാസിഡ് ആണ് കേട്ടോ. ഓക്കെ, ജീവിതം തന്നെ സന്ദേശം എന്ന പേരിൽ ചാവറയച്ചനെ ജീവചരിത്രം രചിച്ചതാരാണ്? അത് MK സാനു ആണ് കേട്ടോ. ജീവിതം തന്നെ സന്ദേശം എന്ന പേരിൽ ചാവറയച്ചൻ്റെ ജീവചരിത്രം രചിച്ചതാരാണ് ചോദിച്ചാൽ MK സാനുവാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് വക്കം മൗലവിയാണ് കേട്ടോ. വക്കം മൗലവിയാണ്. ഓക്കെ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? അത് മക്തി തങ്ങളാണ് കേട്ടോ. മക്തി തങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഹഠയോഗ ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് തൈക്കാട് അയ്യാ സ്വാമികളാണ് കേട്ടോ. ഓക്കെ, മ്ലേച്ഛൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മ്ലേച്ഛൻ എന്നറിയപ്പെടുന്നത് അതും തൈക്കാട് അയ്യാണ് കേട്ടോ. തൈക്കാട് അയ്യ. അങ്ങനെയെങ്കിൽ ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ. പിന്നെന്താണ്? കാവിയും കവണ്ടലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ഓക്കെ, ഫ്യൂഡൽ വ്യവസായത്തിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ. അതായത് കല്ല് വീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ, അതായത് ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാരാണ്? അതും ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അതായത് എന്താണ്? അധസ്ഥിതരമൊത്ത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? അതും ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകനാരാണ്? തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകൻ അതും ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, നമുക്ക് 237ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1905 കൊല്ലത്ത് കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാരാണ്? 1905 കൊല്ലത്ത് കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ അത് SNG ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരുദേവനാണ് കേട്ടോ. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കേരളീയൻ എന്നറിയപ്പെടുന്ന ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കേരളീയൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ശ്രീനാരായണ ഗുരുദേവനാണ് കേട്ടോ. ബാക്ടീരിയോളജിസ്റ്റ് ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
അത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ബാക്ടീരിയോളജിസ്റ്റ് ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു ആണ് അല്ലേ. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചതാരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ് അല്ലേ. ഈയവ ഗസറ്റിൻ്റെ ആരാണ് സ്ഥാപകനാരാണ്? അതും ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ മഹാനായ രണ്ടാമത്തെ പുത്രനാണ് ആര്? അത് നടരാജഗുരു ആണ് കേട്ടോ. നടരാജഗുരുവാണ്. ഓക്കെ, മൈസൂർ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? മൈസൂർ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അത് ആരാണ്? അതും പൽപ്പു ആണ് കേട്ടോ. അതും പൽപ്പു ആണ്. ഓക്കെ, ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക അത് AV കുട്ടിമാളു അമ്മയാണ് കേട്ടോ. AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മയാണ് എന്ത്? ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക. ഓക്കെ, വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വള്ളുവനാടിൻ്റെ അമ്മ. വള്ളുവനാടിൻ്റെ അമ്മ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അത് ആര്യ പള്ളമാണ് കേട്ടോ. ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക AV കുട്ടിമാളു അമ്മയാണെങ്കിൽ വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അതാരാണ്? അത് ആര്യ പള്ളമാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച് ഭാരത സർക്കാർ താമപത്രം നൽകി ആദരിക്കപ്പെട്ട ഒരേ ഒരു ദമ്പതിമാരാണ് ആര്? എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച് ഭാരത സർക്കാർ താമ്രപത്രം നൽകി ആദരിക്കപ്പെട്ട ഒരേ ഒരു ദമ്പതിമാരാരാണ്? അത് ആരാണ്? അത് VV വർക്കിയും അക്കാമ ചെറിയാനുമാണ് കേട്ടോ. VV വർക്കി അക്കാമ ചെറിയാൻ. VV വർക്കി അക്കാമ ചെറിയാനാണ് കേട്ടോ. VV വർക്കി അക്കാമ ചെറിയാൻ. ഓക്കെ, കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത ആരാണ്? കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത അത് ആനി മസ്ക്രീൻ ആണ് കേട്ടോ. ആനി മസ്ക്രീൻ ആണ്. ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരനാരാണ്? തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരനാരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ബാരിസ്റ്റർ GP പിള്ളയാണ് എന്ത്? തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ ബാരിസ്റ്റർ GP പിള്ളയാണ്. 245 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ 246ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴ്ന്ന ജാതിക്കാർക്കായി ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? താഴ്ന്ന ജാതിക്കാർക്കായി ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അത് C കൃഷ്ണനാണ് കേട്ടോ. ശ്രീകൃഷ്ണനല്ല, C കൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ഭഗവാനല്ല, C കൃഷ്ണനാണ് കേട്ടോ. ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാരാണ്? ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാരാണ്? അത് പൊയ്കയിൽ യോഹന്നാനാണ് കേട്ടോ. പൊയ്കൈ യോഹന്നാനാണ്. പൊയ്കൈ യോഹന്നാനാണ്. ഓക്കെ, മലബാറിലെ പുസിഫുട്ട് എന്ന ബഹുമതി നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? മലബാറിലെ പുസിഫുട്ട് എന്ന ബഹുമതി നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അത് TK മാധവനാണ് കേട്ടോ. TK മാധവനാണ്. TK മാധവനാണ്. ഓക്കെ, അപ്പോൾ 249ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാരാണ്? കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ്റെ സ്ഥലം എവിടെയാണ്? ജന്മസ്ഥലം എവിടെയാണ്? അത് ചേറായി ആണ് കേട്ടോ. ചേറായി ആണ്. പൊട്ടറ്റോ ഫ്രണ്ട് എന്ന് മലേഷ്യൻ സഹയാത്രികർ വിളിച്ചിരുന്ന നവോത്ഥാന നായകനാണ്?
പൊട്ടറ്റോ ഫ്രണ്ട് എന്ന് മലേഷ്യൻ സഹയാത്രികർ വിളിച്ചിരുന്ന നവോത്ഥാന നായകൻ അത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ്? അതും മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാരാണ്? അതാരാണ്? അത് സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ്. കാവാലം മാധവ പണിക്കരാണ് കേട്ടോ. സർദാർ കാവാലം മാധവ പണിക്കരാണ്. ഓക്കെ, കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? അത് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കറുപ്പൻ മാസ്റ്റർ. പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ ഭട്ടൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? പൗരസ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ ഭട്ടൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. നിഴലുകൾ എന്ന നാടകം രചിച്ച നവോത്ഥാന നായകനാരാണ്? നിഴലുകൾ എന്ന നാടകം രചിച്ച നവോത്ഥാന നായകനാരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് നിഴലുകൾ എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് 1917 റാവു സാഹിബ് ബഹുമതി നൽകി ആദരിച്ച നവോത്ഥാന നായകനാരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് 1917 റാവു സാഹിബ് ബഹുമതി നൽകി ആദരിച്ച നവോത്ഥാന നായകൻ അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനെയാണ്. മുൻ MLA ആയിരുന്ന G ബാലഗോപാലൻ ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ്? മുൻ MLA ആയിരുന്ന G ബാലഗോപാലൻ ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് കുഞ്ഞാടുകളെ? അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ്റെ മകനാണ് കേട്ടോ. യെസ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കാലഘട്ടമാണ്? കേരള നവോത്ഥാനത്തിൻ്റെ സുവർണ കാലഘട്ടം അത് ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെയാണ് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെ പ്രത്യേകത എന്താണ്? ആനന്ദം വരുന്നതൊക്കെ എന്താണ്? ബ്രഹ്മാനന്ദമാണല്ലേ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദമഠം, ആനന്ദസഭ, അങ്ങനെ ആനന്ദം വരുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ആനന്ദ കുമ്മിയൊക്കെ. ഓക്കെ, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? അത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ഗുരുവാണ് ആര്? വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ഗുരു അല്ലെ, ആരുടെ ശിഷ്യനാണ് വാഗ്ഭടാനന്ദ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെയാണ് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെയാണ്. പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. നിരീശ്വരവാദികളുടെ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, അപ്പോൾ കർഷകമിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. കർഷകമിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ഊരാളെങ്കൽ കൂലിവേലക്കാരുടെ സംഘം ആര് സ്ഥാപിച്ചതാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാര് പറഞ്ഞതാണ്? ഇതാരുടെ വാക്കുകളാണ് ചോദിച്ചാൽ ഇത് വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോഴത്തെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 കോപ്പറേറ്റീവ് സ്ഥാപനം ആരെന്നാണ് ചോദിച്ചാൽ സ്ഥാപിച്ച ആരാണ്? വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുമുണ്ട്. ഈ ഒരു ഡയലോഗുമുണ്ട് കേട്ടോ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്വയം എഴുന്നേൽപ്പിൻ എന്ന് തെറ്റായി പറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ഓക്കെ, അപ്പോൾ ക്ഷണം എഴുന്നേൽപ്പിനാണ്, സ്വയം എഴുന്നേൽപ്പിനല്ല, ക്ഷണം എഴുന്നേൽപ്പിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
63-ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. സിവിൽ നിയമ ലംഘനത്തെ പിന്തുണച്ചിരുന്ന നവോത്ഥാന നായകനാരാണ്? സിവിൽ നിയമ ലംഘനത്തെ പിന്തുണച്ചിരുന്ന നവോത്ഥാന നായകനാരാണ്? അത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് സിവിൽ നിയമലംഘനത്തെ പിന്തുണച്ചിരുന്ന നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. പേരുകെട്ട പ്രാക്കുളം വാദവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാരാണ്? പേരുകെട്ട പ്രാക്കുളം വാദവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാരാണ്? അത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് കേട്ടോ. വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. കോയഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ്? സി കേശവനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ കോയഞ്ചേരി പ്രസംഗം. അപ്പോൾ ചിക്കാഗോ പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ചിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടാണ്. സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്? കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് അല്ലേ. ജാതി മത വ്യവസ്ഥയെക്കുറിച്ചാണ് അല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ആരാണ് സ്വാമി വിവേകാനന്ദനെ പൊക്കിപ്പറഞ്ഞത്? സോപ്പിട്ട് പറഞ്ഞത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി ആർക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്? അത് ആർക്കാണ്? വിവേകാനന്ദനാണ് അല്ലേ. സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്താണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞത്? മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞതാരാണ്? അത് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, പേരുകേട്ട പ്രാക്കുളം വാദവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദ ഗുരുദേവനാണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്? അഭിനവ കേരളം ആരതാണ്? അത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണല്ലേ. അഭിനവ കേരളം. അങ്ങനെയാണെങ്കിൽ അഭിനവ ഭാരത് ആരാണ്? അഭിനവ ഭാരത് ആരാണ്? അത് വി ഡി സവർക്കറിൻ്റെ ആണല്ലേ അഭിനവ ഭാരത്. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1898 ചാലിയത്തെരുവ് ലഹള നടത്തിയ നവോത്ഥാന നായകനാരാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1898 ചാലിയത്തെരുവ് ലഹള നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് അല്ലേ. അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ വില്ല് വണ്ടി യാത്ര നടന്ന സ്ഥലമാണ് ഇവിടെ തിരുവനന്തപുരം വെങ്ങാനൂരാണ്. 1893 അല്ലേ. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാണ്? ഇസ്ര ഡേവിഡ് ആണ് കേട്ടോ. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാണ്? ഇസ്ര ഡേവിഡ് ആണ്. പൃഥ്വിരാജിൻ പ്രേതമായിട്ടുള്ള സിനിമയല്ലേ, അതിലെ പേരെന്താണ്? എസ്രയറ്റല്ലേ. യെസ്, അതോർത്താൽ മതി കേട്ടോ. ഇസ്ര ഡേവിഡ് ആണ് അയ്യങ്കാളിയുടെ പ്രതിമ ശില്പി കേട്ടോ. പൃഥ്വിരാജിന് ഓർത്തായി. പൃഥ്വിരാജിൻ്റെ എസ്ര സിനിമ ഓർത്തായി. ഓക്കെ, അപ്പോൾ 267-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി. കേരളത്തിൽ അവർണർക്ക് വേണ്ടി അവർണർ നിർമ്മിച്ച ആദ്യ ക്ഷേത്രമാണേത്? കേരളത്തിൽ അവർണർക്ക് വേണ്ടി അവർണർ നിർമ്മിച്ച ആദ്യ ക്ഷേത്രമാണേത്? മംഗലം ക്ഷേത്രമാണ് കേട്ടോ. മംഗലം ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയതാരാണ്? കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയതാരാണ്? അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ഓക്കെ, കുമാരനാശാൻ്റെ അപൂർണ നോവലാണ് ഏതൊക്കെ? കുമാരനാശാൻ്റെ അപൂർണ നോവൽ ഏതൊക്കെയാണ്? വനമാലയും മണിമാലയുമാണ് കേട്ടോ. കുമാരനാശാൻ്റെ അപൂർവ നോവൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വനമാല, മണിമാല കേട്ടോ. 2 മാലകളാണ്. പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ ആയിരുന്ന കവിയാണ് ആര്? പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാനാണ്. വീണപൂവാരതാണ് കുമാരനാശാൻ്റെ ആണല്ലേ. കുമാരനാശാൻ്റെ വീണപൂവേ. ഓക്കെ,
അറം പറ്റിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? അറം പറ്റിയ കവി എന്നറിയപ്പെടുന്നത് അതും കുമാരനാശാനാണ് അല്ലേ, കുമാരനാശാനാണ്. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക സമരം നടത്തിയ നവോത്ഥാന നായകനാരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിളിച്ചത് നെഹ്റു ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ആരാണ്? മഹാത്മാഗാന്ധിജിയാണല്ലേ. മഹാത്മാഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശനത്തിലാണല്ലേ 1937 എന്ത് പറഞ്ഞത്? അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിളിച്ച് അയ്യങ്കാളിയെ എന്താണ് മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ആരാണ്? അതാരാണ്? അത് ഇന്ദിരാഗാന്ധിയാണല്ലേ. ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാരാണ്? അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണല്ലേ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മറ്റ് പേരെന്താണ്? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണല്ലേ. പിന്നെന്താണ് മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ സുജേഷ് പുറക്കാട് സാറും പ്രദീപ് മുഖത്തല സാറൊക്കെ പറയുമ്പോൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം പശുവിനെ പറ്റി പഠിച്ചാൽ പശുവിനെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പഠിച്ച് പിന്നെ തേങ്ങയെ കുറിച്ച് പഠിച്ച് അങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ കണക്റ്റഡ് ആയിട്ട് പഠിക്കണം. അത് പിന്നെ എന്താണ് വർഷങ്ങളായാലും GK ആയാലും ഒക്കെ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യ സംഘടിത കർഷക സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണല്ലേ. വില്ലുവണ്ടി യാത്ര അല്ലേ. വില്ലുവണ്ടി യാത്ര 1893 എവിടെയാണ്? വെങ്ങാനൂരാണല്ലേ. തിരുവനന്തപുരം വെങ്ങാനൂരാണ്. ഓക്കെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1846 പ്രസ് ആരംഭിച്ച എവിടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1846 പ്രസ് ആരംഭിച്ചത് എവിടെയാണ് ചോദിച്ചാൽ മാന്നാനമാണ് കേട്ടോ. മാന്നാനം. ഓക്കെ, ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാരാണ്? ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാരാണ്? അത് AK ഗോപാലനാണ് കേട്ടോ. AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനായ ആരാണ്? AKG ആണല്ലേ. പട്ടിണി ജാഥ നയിച്ച AKG ആണ്. പട്ടിണി ജാഥ എവിടെ നിന്നാണ് നടത്തിയത്? കണ്ണൂർ മുതൽ എവിടെയാണ്? മദ്രാസ് വരെ പട്ടിണി ജാഥ നയിച്ചതാരാണ്? അത് AKG ആണല്ലേ. ഓക്കെ, എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശ പത്രം ആരംഭിച്ചത്? ഇവിടെ നിന്ന് എന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശി പത്രം ആരംഭിച്ചത്? അത് അഞ്ചുതെങ്ങിൽ വെച്ചാണ് കേട്ടോ. അഞ്ചുതെങ്ങിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണേത്? ശിവഗിരി മലയാണല്ലേ. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി മലയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരള പരിഷ്കർത്താവാരാണ്? മനസ്സാണ് ദൈവം. അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ആനന്ദ മഹാസഭ സ്ഥാപിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആനന്ദം തുടങ്ങുന്ന ആനന്ദക്കുമ്മി, ആനന്ദ മഹാസഭ. പിന്നെന്താണ്? ആനന്ദമഠക്കാരനാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരുവൊക്കെ നമ്മൾ പറഞ്ഞാണല്ലേ. അതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? അത് വക്കം മൗലവിയാണ് കേട്ടോ. വക്കം മൗലവിയാണ്. കുമാരനാശാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കരയാണ് കേട്ടോ. കുമാരനാശാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കരയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏതാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907 ആണ് കേട്ടോ. 1907 സാധുജന പരിപാലന സംഘത്തിന് പ്രചോദനമായത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP ആണല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണല്ലേ. 1903 എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെങ്കിൽ SNDP ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്?
പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് മക്കളെ? അതെവിടെയാണ്? അത് പത്തനംതിട്ടയിലുള്ള എവിടെയാണ്? തിരുവല്ലയുള്ള ഇരവി പേരൂരാണ് അല്ലേ. ഇതിൻ്റെ ആരാണ് സ്ഥാപിച്ചത് ചോദിച്ചാൽ ആരാണ്? അത് പൊയ്കെ യോഹന്നാൻ എന്നറിയപ്പെടുന്ന ആരാണ്? പുലയൻ മത്തായി എന്നും പൊയ്കെ യോഹന്നാനും പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കുമാരഗുരുദേവനാണല്ലേ. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കെ യോഹന്നാൻ ആണ് ആര്? പിന്നെ ഇരവി പേരൂരിൽ ജനിച്ച കുമാരഗുരുദേവൻ തന്നെയാണ് എന്ത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചത് കേട്ടോ. 1909 സ്ഥാപിച്ചത്. ഓക്കെ, 255 ക്വസ്റ്റ്യൻസും അനുബന്ധങ്ങളും കഴിഞ്ഞ് നമുക്ക് 286ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? ഉണ്ണി നമ്പൂതിരിയാണ് കേട്ടോ. ഉണ്ണി നമ്പൂതിരിയാണ്. ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപവൽക്കരിച്ചത് ചോദിച്ചാൽ എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് കേട്ടോ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരതാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, NSS സംഘടന രൂപീകരിച്ച വർഷം 1914 കേട്ടോ. നായർ സർവീസ് സൊസൈറ്റി സംഘടന രൂപീകരിച്ച വർഷം 1914. അതിൻ്റെ സെക്രട്ടറി ആരാണ് ചോദിച്ചാൽ ആരാണ്? മുൻകൈയെടുത്ത ആളായിരിക്കില്ലേ സെക്രട്ടറി? മന്നത്ത് പത്മനാഭനാണ്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഒന്നിലും പെടാത്ത ഒരാൾ പെട്ടെന്ന് ആളെ അങ്ങോട്ട് പ്രസിഡന്റ് ആക്കൂലേ. കേളപ്പനാണ് പ്രസിഡന്റ് കേട്ടോ. കേളപ്പനാണ്. അതേപോലെ എന്താണ്? INCയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത AO ഹ്യൂം അല്ലേ, അലൈം ഒക്ടേം ഹ്യൂം ആണ് എന്ത്? INCയുടെ സെക്രട്ടറി ആണല്ലേ. പ്രസിഡന്റ് ആരാണ്? WC ബാനർജി എന്ന ഉമേഷ് ചന്ദ്ര ബാനർജി ആണല്ലേ. കണക്റ്റഡ് ആയിട്ട് പഠിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പങ്കെടുത്തവരുടെ എണ്ണം വെച്ചിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് പഠിക്കാം. 78 പേര് എന്തിലാണ്? ആ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചു അല്ലേ. 78 പേര് ഗാന്ധിജിയെ അനുഗമിച്ചത് ദണ്ഡി യാത്രയിലാണ്. ഗാന്ധിജി അടക്കം 79 പേര്. 32 പേര് കേളപ്പനെ അനുഗമിച്ചു അല്ലേ. ഉപ്പ് സത്യാഗ്രഹത്തിൽ 32 പേര്. ഓക്കെ, അപ്പോൾ 72 പേരെന്താണ്? 72 പേര് INCയിൽ ആദ്യമായി പങ്കെടുത്ത ആൾക്കാരാണ്. 72 പേരില്ലേ. ഓക്കെ, അപ്പോൾ 22 പോലീസുകാർ മരിച്ച സംഭവമാണ് എന്ത്? ചൗരി ചൗര സംഭവം. 3 സിവിലിയൻ പോലീസുകാർ മരിച്ചു അല്ലേ. ചൗരി ചൗര എവിടെയാണ്? ചൗരി ചൗര ഉത്തർപ്രദേശിലാണെങ്കിൽ ചമ്പാരൻ, ഗാന്ധിജിയുടെ 1917 ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ എവിടെയാണ്? അത് ബീഹാറിലാണ് അല്ലേ. ബീഹാറിലാണ്. ഓക്കെ, അപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്തിലാണ്? അത് പഞ്ചാബിലാണല്ലേ. പഞ്ചാബിലാണ്. കണക്റ്റഡ് ആയിട്ട് പഠിക്കണേ. അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം 1918 എവിടെയാണ്? അതെവിടെയാണ്? അഹമ്മദാബാദ്. അത് ഗുജറാത്തിലാണല്ലേ. അതേപോലെ ഗാന്ധിജിയുടെ 1918 മറ്റൊരു സത്യാഗ്രഹമാണ് കേദാ സത്യാഗ്രഹം. അതും ഗുജറാത്തിലാണ്. അതേപോലെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ബർദോളി സത്യാഗ്രഹം എവിടെയാണ് നടന്നത്? അതും ഗുജറാത്തിൽ തന്നെയാണ് കേട്ടോ. കണക്റ്റഡായി പഠിച്ചു വെക്കും. ഭാരത കേസരി എന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ് കുഞ്ഞാടുകളെ? അത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. ഭാരത കേസരി എന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. സ്വാമി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പത്രം ഏതാണ്? അതാണ് എന്ത്? അഭിനവ കേരളമാണ് കേട്ടോ. അഭിനവ ഭാരത്. VD സവർക്കർ നമ്മൾ പറഞ്ഞൂലേ. VD സവർക്കർ ആണെങ്കിൽ സ്വാമി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പത്രമാണ് ഇത് അഭിനവ കേരള കേട്ടോ. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമം എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണനാണ് കേട്ടോ. വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണനാണ്. അപ്പം കാരാട്ട് ഗോവിന്ദ മേനോൻ ആരായിരിക്കും? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലേ. വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? നമുക്കറിയാലേ. അയ്യങ്കാളിയാണല്ലേ. ആളിക്കത്തിയ തീപ്പൊരി, അധസ്ഥിതരുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണല്ലേ. അയ്യങ്കാളിയുടെ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക അഭിനയിച്ച മമ്മൂക്കയല്ല അല്ലേ, ഇപ്പം പേര് മാറ്റിയിട്ടുണ്ടല്ലേ. മമ്മൂക്കനെ മാറ്റിയിട്ടുണ്ടെന്ന് ഒരു അഭ്യൂഹം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരാണത്? അത് പടത്തിൻ്റെ പേരെന്താണ്? കതിരവനാണ് അല്ലേ. കതിരവനാണ്.
ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അപ്പോൾ 294 ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ആലുവ സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? അത് 1924 കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അതേ വർഷമാണ്. എന്ത് കണക്റ്റഡായിട്ട് വർഷങ്ങളും പഠിക്കണേ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ആലുവ സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1924. അപ്പോൾ നമ്മൾ ഈ ഡയലോഗ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആരാണ്? തൈക്കാടയ്യ ഗുരുദേവൻ്റെ പിന്നെ ഡയലോഗ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്, അല്ലെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിച്ചു മാറ്റി ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്നതാണ് എന്ത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ വൈകുണ്ഠസ്വാമികൾ എന്താ പറഞ്ഞത്? വൈകുണ്ഠസ്വാമികൾ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു കുലം, ഒരു ലോകം, മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ്? ഒരു കുലം ഒരു ലോകം ചോദിച്ചാൽ ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് പിന്നെ കല്യാണരാമൻ്റെ ഡയലോഗ് നോക്കാം. വേണ്ട വേണ്ട തൈരും കൂട്ടി മോരും കൂട്ടി വേണ്ട വേണ്ട പറഞ്ഞ ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. PSC ട്രോള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഭോജനം നോക്കാം. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമം വരുന്നൊക്കെ വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. സമത്വ സമാജം 1836 സമത്വ സമാജം, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണെങ്കിൽ പന്തി ഭോജനം ആരാണ്? പന്തി ഭോജനം തൈക്കാടയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാണ്, ഒന്നുകൂടി പറയാണ്. തൈക്കാടയ്യാണ് എന്ത്? പന്തി ഭോജനം. പിന്നെ എന്താണ്? മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനാണ് ആര്? പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണെങ്കിൽ അധസ്ഥിതരമൊത്ത് മിശ്ര ഭോജനം ആരാണ്? അധസ്ഥിതരമൊത്ത് അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അധസ്ഥിതരമൊത്ത് ചട്ടമ്പി സ്വാമികളാണെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തിയ ആരാണ്? അത് ശ്രീനാരായണ ഗുരുദേവനാണ് കേട്ടോ. അല്ലാതെ മിശ്ര ഭോജനം ചോദിച്ചാൽ ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പോൾ 295 ക്വസ്റ്റിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തതേത്? ആത്മോപദേശ ശതകം, നിർവൃത്തി പഞ്ചകം, ദർശനമാല, വേദാധികാര നിരൂപണം. വായിച്ച പെട്ടെന്ന് കിട്ടൂലേ. വേദാധികാര നിരൂപണ ആരതാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ആത്മോപദേശ ശതകം, പിന്നെന്താണ്? നിർവൃതി പഞ്ചകം, ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികളതാണ് എന്ത്? പിന്നെ മോക്ഷപ്രദീപ ഖണ്ഡനമെങ്കിൽ മോക്ഷപ്രദീപമാരതാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെ ആണല്ലേ. ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെ മോക്ഷപ്രദീപം ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അതിനെതിരെ എന്താണ്? അതിനെ ഖണ്ഡിച്ചു കൊണ്ടാണ് എന്ത്? അതിനെ എതിർത്തുകൊണ്ടാണ് എന്ത്? മോക്ഷപ്രദീപ ഖണ്ഡനം അല്ലേ. ഓക്കെ, അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ പിന്നെ മതാചാരണത്തിനെ എതിർത്തുകൊണ്ട് എന്താണ്? ക്രിസ്തു മത ചേതനമാരതാണ്? അതും ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. വിവേകോദയം എന്ന മാസിക ആരംഭിച്ചതാരാണ്? കുമാരനാശാനാണ് കേട്ടോ. വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് കുമാരനാശാനാണ്. നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചതാരാണ്? അത് വാഗ്ഭടാനന്ദനാണ്. അതിനർത്ഥം എന്താണ്? വിഗ്രഹമില്ലാതെയുള്ള ആരാധനയാണ് അല്ലെ. വിഗ്രഹമില്ലാത്ത ആരാധനയാണ് എന്ത്? നിർഗുണോപാസന എന്ന ആശയം ആചരിപ്പിച്ചത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞതാരാണ്? അതും വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് അല്ലേ. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞത്. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, പിന്നെന്താണ്? കാഷായം ധരിക്കാത്ത സന്യാസിയൊക്കെ ചോദിച്ചാരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. കരിക്ക് വെബ് സീരീസിലെ കോമഡിയിലെ ബാബു നമ്പൂതിരിനെ വെച്ചും കൊണ്ട് ചട്ടമ്പി സ്വാമികൾ എന്നും പറഞ്ഞ് ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, PSC ട്രോള്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് പറഞ്ഞിട്ട് ബാബു നമ്പൂതിരിയെ വെച്ചുകൊണ്ട്.
നാം ബാബു നമ്പൂതിരി പറയുന്നില്ലേ? യെസ്. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അത് KP കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? പിടിയരി, അത് ചാവറയച്ചനാണ് കേട്ടോ. ചാവറയച്ചനാണ് പിടിയരി സമ്പ്രദായം. ഓക്കെ, തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? തൈക്കാട് അയ്യ സ്വാമികളാണ് കേട്ടോ. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യാണ്. നമ്മൾ പറഞ്ഞില്ലേ, സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ. മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. മുത്തുക്കുട്ടി. മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം പറഞ്ഞതാരാണ്? ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം പൊക്കി പറഞ്ഞതാരാണ്? അതും വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? എന്താണ് കുഞ്ഞിക്കൂനൽ ദിലീപ് പറഞ്ഞാരി എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണെന്ന് പറയുന്നില്ല. അതേപോലെ എന്താണ് ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ? മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ? അത് മിതവാദിയാണ് അല്ലേ? മിതവാദിയാണ്. ജാതിക്കുമ്മി എന്ന കൃതി കർത്താവാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് അല്ലേ? ജാതിക്കുന്നി എന്ന കൃതിയുടെ കർത്താവാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? അതും പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. കല്യാണദായിനി സഭ രൂപീകരിച്ച ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിൽ ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ച ആരുടെ നേതൃത്വത്തിലാണ്? അത് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ. മോക്ഷപ്രദീപം നമ്മൾ പറഞ്ഞില്ലേ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളാണ്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ക്രിസ്തു മത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് അല്ലേ? പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ച ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ് കേട്ടോ. പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ച ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അങ്ങനെയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്രാചീന മലയാളമാണ് കേട്ടോ. പ്രാചീന മലയാളമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എന്നാണ്? 1910 കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? അത് തിരുവനന്തപുരത്താണ് കേട്ടോ. രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. 1907 തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത്? അത് തീയരുടെ ബൈബിളായ മിതവാദിയാണ്. 1907 തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത്? മിതവാദിയാണ് അല്ലേ? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ് അല്ലേ? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ജന്മസ്ഥലം വെങ്ങാനൂരാണെങ്കിൽ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? വെങ്ങാനൂരാണ് അല്ലേ? വെങ്ങാനൂരാണ്. സൂപ്പർ. ഓക്കെ, ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ. അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം എഴുന്നേൽപ്പിനല്ല, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന പ്രസിദ്ധമായ സന്ദേശം ആരുടെ? അത് വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെയാണ്. വാഗ്ഭടാനന്ദൻ ജന്മം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ് കേട്ടോ. ആത്മവിദ്യാസംഘമാണ്. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ്? പാട്യം ഗ്രാമമാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ ജന്മം നൽകിയ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ്? പാട്യം ഗ്രാമമാണ്. ഹരിജനങ്ങൾക്ക് പഞ്ചാരയല്ല, ഹരിജനങ്ങൾക്ക് പഞ്ചാര വിതരണമല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് അയ്യങ്കാളിയാണ് അല്ലേ? പുലയരുടെ രാജാവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഇന്ന് വിശേഷിപ്പിച്ച ആരാണ്? 1937 കേരള സന്ദർശനത്തിൽ, 5ാം കേരള സന്ദർശനത്തിൽ ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ? മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിജി ഈ ആരാണ് മിക്കി മൗസ് എന്ന് വിളിച്ചത്? അത് സരോജിനി നായിഡു ആണല്ലേ?
സരോജിനി നായിഡുവിനെ ഗാന്ധിജി എന്താണ് പുകഴ്ത്തി പറഞ്ഞത്? എന്താണ്? ഇന്ത്യയുടെ വാനം പാടിയാണ് അല്ലേ? ഇന്ത്യയുടെ വാനം പാടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അത് കണ്ണൂർ പാട്യം ഗ്രാമമാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ പാട്യമാണ്. കണ്ണൂർ പാട്യം ഗ്രാമമാണ്. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് അയ്യങ്കാളിയാണ്. പുലയേരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. പുലയേരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരത്തിൻ്റെ നേതാവാരാണ്? കല്ലുമാല സമരത്തിൻ്റെ നേതാവാരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. കല്ലുമാല സമരത്തിൻ്റെ നേതാവാരാണ്? അയ്യങ്കാളിയാണ്. അപ്പം നമ്മളെ എന്താണ് ഇന്നത്തെ ഈ ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. 323 പിന്നെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ ചെറിയ ചെറിയ അനുബന്ധങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഗുരുവായ സുജേഷ് പൊറക്കാട് സാറിൻ്റെ നോട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ ഒരുപാട് കോഡുകളും PSC കോഡുകളും നോട്ടുകളും അതേപോലെ ടെലഗ്രാം ചാനലുകളിൽ 10ഓളം ചാനലിൽ 130ഓളം ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് പ്രചോദനമായതും പിന്നെ സുജേഷ് പുറക്കാട് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ട് കേൾക്കാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ആ ക്ലാസ് കാണാൻ നമ്മളെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ക്ലാസ്. അപ്പോൾ ആ ഒരു ക്ലാസ് 1 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള ക്ലാസ്സാണ് എന്ന് കരുതി കാണാതിരിക്കരുത്. ക്ഷമയോടെ ആ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th പ്രിലിംസിനും പിന്നെ LD ലെവൽ എക്സാമിനും വരുന്ന എല്ലാ PSC എക്സാമിനും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഒക്കെ എല്ലാവരും അംഗമാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ ഡിയർ ഓൾ. അടുത്തത് എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. അടുത്ത ഇന്ത്യൻ ഭൂമിശാസ്ത്രം ടോപ്പിക്കുമായി ഉടൻ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡിയർ ഓൾ.